നമസ്കാരം. മക്കൾ രാഷ്ട്രീയത്തിന് കോൺഗ്രസിൽ വിലയിടിയുന്നുവോ എന്ന സംശയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മികച്ച ഉദാഹരണം ശബരിനാഥിന്റെ കാര്യമാണ്. കോൺഗ്രസിലെ ഏറ്റവും സ്വീകാര്യനായിരുന്ന മുതിർന്ന നേതാവ് ജി കാർത്തികേയന്റെ മകൻ എന്ന വിലാസത്തിലാണ് അദ്ദേഹത്തിന്റെ മരണശേഷം കാർത്തികേയന്റെ സ്വന്തം മണ്ഡലമായ അരുവിക്കരയിൽ നിന്നും കോൺഗ്രസ് ശബരിനാഥിനെ വിജയിപ്പിച്ചത്. ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വിജയിച്ചെങ്കിലും പിന്നീട് ശബരിനാഥിന് അടിതെറ്റി മണ്ഡലം CPM സ്വന്തമാക്കി. ജി സ്റ്റീഫനാണ് 2021 അരുവിക്കര ശബരിനാഥിൽ നിന്നും പിടിച്ചെടുത്തത്. ഇക്കുറി കോൺഗ്രസ് VS ശിവകുമാറിനെയാണ് അരുവിക്കര നിർത്തിയത്. എങ്കിലും സ്റ്റീഫന് തന്നെയാണ് വിജയം. ശബരിനാഥിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ് പിന്നീട് ചെയ്തത്. മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെട്ടെങ്കിലും കോർപ്പറേഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്ന് KPCC നേതൃത്വത്തിന് അന്നു തന്നെ തീർച്ചയായിരുന്നു. കവടിയാറിൽ നിന്ന് മത്സരിച്ച ശബരിനാഥ് കൗൺസിലറായി. പക്ഷേ കോൺഗ്രസ് കോർപ്പറേഷൻ അധികാരത്തിൽ വന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അരുവിക്കരയ്ക്ക് പകരം കോൺഗ്രസ് തോൽക്കുമെന്ന് ഉറപ്പുള്ള നേമത്താണ് ശബരിനാഥിനെ മത്സരിപ്പിച്ചത്. ഇക്കുറി UDF അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് വിലയിരുത്തിയിരിക്കെ ശബരിനാഥിനെ വെട്ടാനുള്ള നീക്കമാണിതെന്ന് അന്നു തന്നെ ആരോപണം ഉയർന്നിരുന്നു. നേമത്തു നിന്നും പരാജയപ്പെട്ട ശബരിനാഥ് ആണെങ്കിൽ UDF അധികാരത്തിൽ വന്നിട്ടും ഒരു കൗൺസിലർ മാത്രമായി ഒതുക്കപ്പെട്ട അവസ്ഥയിലാണ്. ശബരിനാഥ് കാണിച്ച വലിയ വിഡ്ഢിത്തമായിരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കാണിച്ച തീരുമാനമെന്ന് കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ അഭിപ്രായവുമുണ്ട്. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിട്ടും ശബരിനാഥിന് ഒരു റോളുമില്ലാത്ത അവസ്ഥയായി. കഴിഞ്ഞ 2 തവണ ഇടതുഭരണത്തിലും പിണറായി വിജയന്റെ സ്വന്തം ആളായി അറിയപ്പെട്ടതിനാൽ ശബരിനാഥിന്റെ ഭാര്യ ദിവ്യ S അയ്യർ IASനെയും UDF ഭരണ നേതൃത്വം ഗൗനിക്കുന്നില്ല. മുഖ്യമന്ത്രി സതീശൻ ദിവ്യ S അയ്യരെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മന്റെ കാര്യമാണ് മറ്റൊന്ന്. മികച്ച ഭൂരിപക്ഷത്തോടെ 2 തവണ പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വന്നിട്ടും UDF അധികാരത്തിലെത്തിയിട്ടും ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കിയില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു വിളിക്കുകയും വൈകാരികമായി പ്രതികരിക്കുകയുമൊക്കെ ചെയ്യുന്ന ചാണ്ടി ഉമ്മന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ VD സതീശനെ മന്ത്രിയാക്കാത്തതിന്റെ വൈരാഗ്യമാണ് സതീശൻ ചാണ്ടി ഉമ്മനോട് തീർത്തതെന്ന രീതിയിൽ അപ്പോൾ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ചാണ്ടി ഉമ്മനും വെറും MLA മാത്രമായി ഒതുക്കപ്പെട്ടു. മറ്റൊരാൾ മന്ത്രി K മുരളീധരനാണ്. ലീഡറുടെ മകനും മുതിർന്ന നേതാവുമായ മുരളീധരനെ വകുപ്പ് വിഭജന വേളയിൽ വെട്ടാൻ ശ്രമം നടന്നു. ആരോഗ്യം ഒഴിവാക്കി വൈദ്യുതി മാത്രം നൽകാനാണ് ശ്രമം നടന്നത്. എന്നാൽ മുരളീധരൻ ഇടഞ്ഞതോടെ ആരോഗ്യവും ദേവസ്വവും നൽകുകയായിരുന്നു. എന്തായാലും മക്കൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നല്ല കാലമല്ല എന്ന് തന്നെ ഇപ്പോൾ കരുതേണ്ടി വന്നിരിക്കുന്നു.